വയനാട് മാനന്തവാടിയിൽ ഇന്നലെ ആൺസുഹൃത്ത് വെട്ടിക്കൊലപ്പെടുത്തിയ യുവതിയുടെ ഇളയ മകളെയും പ്രതിയെയും കണ്ടെത്തി. പ്രതിയോടൊപ്പമാണ് ഇളയ മകളായ 9 വയസ്സുകാരിയെ കണ്ടെത്തിയത്. വീടിനടുത്ത് തന്നെയുള്ള തോട്ടത്തിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. പ്രവീണയുടെ കൊലപാതകത്തിന് പിന്നാലെ 9 വയസ്സുകാരി അഭിനയെയും പ്രതി ദിലീഷിനെയും കാണാതായിരുന്നു. പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ. ഇന്നലെയാണ് മാനന്തവാടി അപ്പപ്പാറയിൽ പ്രവീണയെ ആൺസുഹൃത്ത് ദിലീഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. വീടിനടുത്ത് തന്നെയുള്ള തോട്ടത്തിനകത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് പ്രതി കുട്ടിയുമായി ഒളിച്ചു കഴിഞ്ഞത്. തോട്ടം നോക്കുന്ന ജോലിക്കാരനാണ് ഇയാളെ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് അരും കൊല നടന്നത്. അപ്പപ്പാറ വാഗേരിയിലാണ് കൊല്ലപ്പെട്ട പ്രവീണയും ആൺസുഹൃത്ത് ദിലീഷും പ്രവീണയുടെ 2 മക്കളും താമസിച്ചിരുന്നത്. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ പ്രവീണ ദിലീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇരുവരും മക്കളോടൊപ്പം വാഗേരിയിൽ വാടകയ്ക്കായിരുന്നു താമസിച്ചത്. അടുത്തിടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ബന്ധമൊഴിയാൻ പ്രവീണ താൽപര്യം പ്രകടിപ്പിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രവീണയെ കൊലപ്പെടുത്തുന്നതിനിടെ 14 വയസ്സുള്ള മൂത്ത മകൾ അനർഘയ്ക്കും വെട്ടേറ്റിരുന്നു. ചെവിക്കും കഴുത്തിലുമാണ് അനർഘയ്ക്ക് വെട്ടേറ്റത്. അനർഘയാണ് അയൽവാസികളോട് അമ്മയെ ആക്രമിച്ച വിവരം അറിയിച്ചത്. ഈ സമയത്ത് കുട്ടിയുടെ തലയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരുന്നു. നാട്ടുകാരെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം വീടിനരികിൽ നിന്നും കണ്ടെത്തിയത്. പിന്നാലെ അനർഘയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടി നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പ്രവീണയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇളയമകൾ അഭിനയെയും പ്രതി ദിലീഷിനെയും കാണാതാവുകയായിരുന്നു. പിന്നാലെ ഇന്നലെ രാത്രി മുതൽ വനമേഖലയിൽ ഉൾപ്പെടെ ഇരുവർക്കുമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഇന്ന് രാവിലെയാണ് കണ്ടെത്താൻ സാധിച്ചത്. ശക്തമായ മഴ തുടർന്നതിനാൽ ഇന്നലെ രാത്രി മുഴുവൻ കാലാവസ്ഥ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇരുവരെയും കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട പ്രവീണയും ഒപ്പം കഴിഞ്ഞിരുന്ന ദിലീഷും പുറം ലോകവുമായി കാര്യമായ ബന്ധമില്ലാത്തവരാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അയൽവാസികളോട് പോലും ഇവർക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. തോട്ടത്തിനുള്ളിലുണ്ടായിരുന്ന വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞത്.